നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ചരിത്ര വിജയം. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളുടെ മികച്ച വിജയത്തിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബെന്നി ബെഹനാന്റെ തുടർച്ചയായ വിജയത്തിലും ആഹ്ലാദിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കരുവന്നൂരിൽ അതിഥി കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മികച്ച വിജയം. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ആകെ 4,12,338 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് 3,37,652 വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ 3,28,124 വോട്ടുകളാണ് നേടിയത്. ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PK നാരായണന് 2,019 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന് 1,952 വോട്ടും ന്യൂ ലേബർ പാർട്ടി സ്ഥാനാർത്ഥി ദിവാകരൻ പള്ളത്തിന് 819 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പ്രതാപന് 709 വോട്ടും MS ജാഫർ ഖാന് 698 വോട്ടും ജോഷി വില്ലടത്തിന് 493 വോട്ടും നോട്ടയ്ക്ക് 6,072 വോട്ടും ലഭിച്ചു. BJPയുടെ ചരിത്ര വിജയം കൂടിയാണിത്. തൃശൂർ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് 6 മണ്ഡലങ്ങളിൽ മികച്ച ഭൂരിപക്ഷം. പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടിയപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ K മുരളീധരൻ മുന്നിലെത്തി. ഇവിടെ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തായി. പുതുക്കാട് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 12,692 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ VS സുനിൽകുമാർ 2ാം സ്ഥാനത്തെത്തി. തൃശൂർ മണ്ഡലത്തിൽ 14,117 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ സുരേഷ് ഗോപിക്ക് പുറകിൽ 2ാം സ്ഥാനത്ത് മുരളീധരനായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ 13,016, നാട്ടികയിൽ 13,945, ഒല്ലൂരിൽ 10,363, മണലൂരിൽ 8,013 എന്നിങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ച ഭൂരിപക്ഷം. 74,686 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത്. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളുടെ മികച്ച വിജയത്തിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബെന്നി ബെഹനാന്റെ തുടർച്ചയായ വിജയത്തിലും ആഹ്ലാദിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, പ്രനില ഗിരീശൻ, VG ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കൊടകര പഞ്ചായത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിക്ക് 8,276 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 6,979 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 3,170 വോട്ടും ലഭിച്ചു. 1,297 വോട്ടിന്റെ ലീഡാണ് കൊടകര പഞ്ചായത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാനായത്. കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമിതി പ്രസിഡന്റ് NR ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കവിത സുനിൽ, B സജീവ് എന്നിവർ പ്രസംഗിച്ചു. നന്ദിനി രമേശൻ സ്വാഗതവും PV മോഹനൻ നന്ദിയും പറഞ്ഞു. സജീവ് ചെഞ്ചേരി, ഉണ്ണികൃഷ്ണൻ PV എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കരുവന്നൂരിൽ അതിഥി കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി.
കരുവന്നൂർ ചെറിയ പാലം, എട്ടുമന പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന മോഷണങ്ങളുടെ പ്രതികളായ അതിഥി തൊഴിലാളികളെയാണ് നാട്ടുകാർ പിടികൂടിയത്. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ഉപകരണങ്ങൾ, മോട്ടോറുകൾ, വയറുകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയത്. എട്ടുമനയിൽ ചായക്കട കുത്തിത്തുറന്നും മോഷണശ്രമം നടന്നിരുന്നു. നാട്ടുകാർ ആക്രിക്കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എട്ടുമന ഇല്ലിക്കൽ ഡാം പരിസരത്തു നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തു നിന്നും മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുക്കാനായത്. ചേർപ്പ് പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്നതിനാൽ വരാൻ വാഹനം ഇല്ലെന്നായിരുന്നു മറുപടി. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാളിന് കൊടികയറി. വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ അഭിവന്ദ്യ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ കൊടിയേറ്റം നടത്തി. തിരുനാൾ ജനറൽ കൺവീനർ ലെനിൻ റോഡ്രിക്സ്, ജോയിന്റ് കൺവീനർമാരായ സേവ്യർ മുല്ലോത്ത്, സെബാസ്റ്റ്യൻ പാറമേൽ, ഫുഡ് കൺവീനർ എഡ്വേർഡ് കൊണോത്ത്, കൈക്കാരന്മാർ ഡൊണേറ്റഡ് പെരേപ്പറമ്പിൽ, ജോളി പുളിക്കൽ, കേന്ദ്രസമിതി ലീഡർ ടെറി കാബ്രാൾ, ടൈറ്റസ് കൊച്ചിക്കാരൻ, സെക്രട്ടറി മെരിറ്റ സെബാസ്റ്റ്യൻ, വളണ്ടിയർ കൺവീനർ ദേവസി കാരക്കൽ, മീഡിയ കൺവീനർ സോണി പാണ്ടിപ്പിള്ളി, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, വാർഡ് അംഗം റെയ്മോൾ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൊതുപ്രവർത്തകനും ചാനൽ റിപ്പോർട്ടറുമായ റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത അതിരപ്പള്ളി SHO ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് റൂബിൻ ലാലിന്റെ അമ്മ സമരത്തിൽ. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും സസ്പെൻഡ് ചെയ്യാത്തതിനെതിരെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം തടഞ്ഞു. പോത്തുപാറ ആദിവാസി ഊരിലെ ജോസ് മൂപ്പൻ, മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്, N പത്മനാഭൻ, സമത സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഷാജിലാൽ KV, സിസ്റ്റർ റോസ് ആൻഡോ, ടെൻസൺ VM, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, ആപ്പ് ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, ജയപ്രകാശ് ഒളരി, ജിയോ ജോയി അതിരപ്പള്ളി, ജോബിൽ വടാശ്ശേരി, സുരേന്ദ്രൻ CS, ബാബു നമ്പാടൻ എന്നിവർ സംസാരിച്ചു. PK കിട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. എന്നിങ്ങനെ ചെയ്താൽ ഞങ്ങളെ ഈ പാവപ്പെട്ട നാട്ടുകാരൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടും? എന്റെ ഭർത്താവ് ഒരു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനിക്കുട്ടൻ, പഞ്ചായത്ത് അംഗം മോളി തോമസ്, സ്കൂൾ മാനേജർ CA ഷാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും സ്പെയിനിൽ വെച്ച് നടക്കുന്ന ലോക യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ നന്ദു കൃഷ്ണയെയും അനുമോദിച്ചു. സ്കൂളിൽ ആരംഭിച്ച ഉച്ചഭക്ഷണ പദ്ധതി MPTA പ്രസിഡന്റ് നിമിഷ TPയും കുട്ടികൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ജയ Aയും നിർവഹിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ചരിത്ര വിജയം. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളുടെ മികച്ച വിജയത്തിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബെന്നി ബെഹനാന്റെ തുടർച്ചയായ വിജയത്തിലും ആഹ്ലാദിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കരുവന്നൂരിൽ അതിഥി കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.